ഷഹനാസിനെ കുറിച്ച് പറയാനാണ്. ഷഹനാസ് മരിച്ചിട്ട് 3-4 ദിവസമായി. ഷഹനാസിൻ്റെ പിതാവ് സുഖമില്ല, തളർന്ന് ആ മോനെ കബറടക്കിയ സമയത്തൊക്കെ പിതാവ് തളർന്ന് വീഴുന്ന രംഗങ്ങളാണ് കണ്ടത്. അതുപോലെ മാതാവ് ഇന്നേ വരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഈ ഷഹനാസിൻ്റെ വാപ്പായും ഉമ്മായും അനുഭവിക്കുന്ന വേദന മറ്റുള്ള ഈ ക്രിമിനലുകളായ പിള്ളേർ, കുട്ടികളെന്ന് പറയാൻ പറ്റൂല, ക്രിമിനൽ മൈൻഡുള്ള മക്കൾ വേണമെങ്കിൽ വേറെ എവിടെ ചേർക്കാം. ആ കണക്കിനാണ്. അത്രയ്ക്കങ്ങ് അരിശവും. ഒരു കുട്ടിയെ തല്ലിക്കൊല്ലാൻ, തല്ലിച്ചതച്ച് അതിനെ അടിച്ച് തലയ്ക്കടിച്ച് അങ്ങേയറ്റം പഞ്ചറാക്കി ആ അവസ്ഥയിലെത്തിച്ച മറ്റേ മക്കൾ, അത് അത്ര എണ്ണം. യവന്മാരെ കുട്ടികളെന്നല്ല പറയാനുള്ളത്, ക്രിമിനലുകൾ, ക്രിമിനൽ മൈൻഡുള്ളതാണ്. യവന്മാർക്കൊരു ഉദ്ദേശമുണ്ട്. അവിടെ ചെന്ന് കിടന്ന് ബിരിയാണിയും, ജയിലിൽ ബെറോട്ടയും ഇറച്ചിയും ബിരിയാണിയൊക്കെ കഴിച്ച് അന്തസ്സായിട്ട് ഇറങ്ങി വരുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അവിടെ കണ്ടുകൊണ്ട് നിന്ന കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ സംഭവ സമയത്ത്. ആ കണ്ടുകൊണ്ട് നിന്ന ആളുകൾ പോലും ഒന്നും ചെയ്തില്ലെന്നാണ്. എടുത്തിട്ട് പെരുമാറണമായിരുന്നു. അവന്മാർ അടിച്ച ആ സാധനം പിടിച്ച് വാങ്ങിച്ചും കൊണ്ട് അവന്മാരെ മണ്ട വിളക്ക കൊടുക്കണമായിരുന്നു. എങ്കിൽ ഇന്ന് ഈ ഗതി വരൂലായിരുന്നു. അന്ന് അത് ചെയ്തില്ല. കഷ്ടം. ആ കുട്ടി അനുഭവിച്ച വേദന. നമ്മളെ മമ്മൂട്ടി സാറ് പോലും വന്നിട്ട് ആ മാതാവിനെയും പിതാവിനെയും കണ്ട് മാതാവിനോട്, അവൻ്റെ ഉമ്മയോട് സത്യം പറഞ്ഞ മമ്മൂട്ടി കരഞ്ഞുപോയി. അവരാ രംഗം കണ്ടുകൊണ്ട് അതിന് തക്കതായ ശിക്ഷ കൊടുക്കും എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ഒരിക്കലും നടക്കണ കാര്യമല്ല. നമ്മളെ നിയമം നല്ലതുപോലെ വന്നാൽ മാത്രമേ അതിനുള്ള ശിക്ഷ കിട്ടൂ. എന്തോന്നാണ് പ്രായപൂർത്തിയാവാത്ത മക്കൾ, പ്രായം ചെന്നവരെ കാട്ടി അങ്ങേ അറ്റത്തെ പ്രവൃത്തിയാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്യൂലെന്ന് എന്താണ് ഉറപ്പ്? അവന്മാരെ പെട്ടെന്ന് തന്നെ ഇറക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ചെയ്യൂലെന്ന് എന്താണ് ഉറപ്പ്? എന്നിട്ട് പോരെങ്കിൽ ഇന്ന് എക്സാമും കൂടെ എഴുതാനായിട്ട് ആ ഒരു കുട്ടി എക്സാം എഴുതാൻ എല്ലാം പഠിച്ച് വെച്ച്, അത് അയൽവക്കക്കാരടുത്തായാലും വീട്ടിലായാലും പറഞ്ഞു അതെല്ലാം പഠിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു മോനാണ്. ആ മോന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അവൻ്റെ കൂട്ടുകാരെ കരച്ചിൽ കാണണമായിരുന്നു. ഈ ദുഷ്ട ചിന്താഗതിയുള്ളവന്മാരാ. യവന്മാരെ എന്തുകൊണ്ട് എക്സാം ഹാളിൽ കയറ്റി? അപ്പോഴേ ആ ഹാളിലിരുന്ന കുട്ടികൾ മറ്റുള്ള എവിടെയായാലും കൊണ്ടുപോയി എഴുതിച്ചാലും അവിടെ ആ ഹാളിലിരുന്ന മറ്റേ കുട്ടികൾക്ക് പേടിയായിട്ടില്ലേ യവന്മാരെ കാണുമ്പോൾ? ഇത്രയും ക്രൂരമായിട്ട് അടിച്ച് കൊന്നവന്മാരെ കാണുമ്പോൾ ആരായിരുന്നാലും എല്ലാ തള്ളമാരും തന്തമാരും കഷ്ടപ്പെട്ട് തന്നെ മക്കളെ വളർത്തണത്. അപ്പോഴും ചിന്തിച്ചില്ലല്ലോ. ഈ യവന്മാരെ വീട്ടിലിരിക്കണ ആ മാതാപിതാക്കളും ചിന്തിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ അടി. പക്ഷെ യവനാണ് തിരിച്ചങ്ങോട്ട് അതിലുള്ള ഏവനെങ്കിലും ഒരുത്തനെ ശരിയാക്കിയിരുന്നെങ്കിൽ. ഇതൊരു പാവം കുട്ടിയായതുകൊണ്ടാണ്. ആ പിതാവിൻ്റെ സംസാരം കേട്ടാൽ തന്നെ എന്തോ ഒരു പാവം, കഷ്ടം. ഒരു വല്ലാത്ത പരീക്ഷ എഴുതിപ്പിക്കല്ലായിരുന്നു. എന്തിനും യവന്മാരെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് എവിടെ കൊണ്ടുപോകാൻ പോണു? യവന്മാർക്ക് ജോലി വാങ്ങിപ്പിച്ചു കൊടുക്കാനാ? പരീക്ഷ എഴുതി ജോലി വാങ്ങിപ്പിച്ചു കൊടുക്കാനാ? ഇവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ രക്ഷിതാക്കൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ മോനെ പഠിപ്പിച്ച് വലുതാക്കി അവനെ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കണം, പാപ്പാക്കൊരു തണലാവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. തല്ലിക്കൊന്നു. എന്നിട്ട് അവന്മാർ പോയി ഇനി എക്സാം എഴുതിയിട്ടൊന്നിന് ഉയരങ്ങളിലെത്താൻ പോണം. നാട്ടുകാരെന്തോന്ന് ചെയ്യണം? എന്നിട്ട് KSU പ്രവർത്തകരാകണ്ട് ഇറങ്ങി സമരം വിളിക്കാനായിട്ട് ഇറങ്ങി. അവരെയൊക്കെ ഒന്ന് തടഞ്ഞ്. KSU മാത്രമല്ല, മൊത്തത്തിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് പ്രതികരിക്കുക തന്നെ വേണം. പ്രതികരിക്കണം.
എല്ലാ പ്രാവശ്യവും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ പറയും, ഇനി ഒരു കുട്ടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മാതാവിനും പിതാവിനും പോലും ഇങ്ങനത്തെ അവസ്ഥ വരരുത് എന്ന്. ചുമ്മാ ഇതൊക്കെ വെറും വാക്കുകൾ. അവന്മാർ ഇനി ഇറങ്ങിയിട്ട് ഇനി ഇതിൻ്റെ അപ്പുറമാണ് കാണിക്കാൻ പോണത്. അവന്മാരെ വെളിവേഷം കാണിക്കരുത്, വെളിയിലോട്ട് ഇറക്കി ഇനി കാണിക്കരുത്. ഇനി എന്ത് ചെയ്യണം? യവന് കിട്ടിയ അതേപോലെ ശിക്ഷ ജീവിതകാലം മുഴുവനും, എത്ര വയസ്സ് വരെ അവന്മാർ ജീവിച്ചിരിക്കുമോ അത്രയും വരെ അവന്മാർ അവിടെ കിടന്ന് നരഹിച്ച് അതിൻ്റേതായ ശിക്ഷ യവന്മാർ അവിടെ കിടന്ന് അനുഭവിക്കണം. ഇന്നാരോ പറയണ കേട്ടോ, എന്തൊരു എക്സാം ഹാളിൽ എക്സാം എഴുതാനായിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് പോലും അവരെ മൈൻഡ് ആ കൊല്ലണ രംഗവും ഓർമ്മ വരും. എവിടാ ഇങ്ങനെ ഉള്ളവന്മാരൊക്കെ എന്തേലും മൈൻഡാണ്. അവന്മാർ വന്ന് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. വല്ലാത്ത നാടായിപ്പോയി. നമ്മുടെ നിയമം നല്ലതുപോലെ വന്നാൽ മാത്രമേ ഈ മക്കൾക്ക് പോലും പേടിയില്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും നഷ്ടപ്പെട്ടത് ആ മാതാവിനും പിതാവിനും ആ സഹോദരങ്ങൾ. ഈ കുട്ടിയുടെ ഇളയതാണ് ഇനിയുള്ളത് 3 എണ്ണം. ഇവനെ കൊണ്ട് വലിയ പ്രതീക്ഷയായിരുന്നു, നല്ലൊരു മോനായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം എല്ലാം തകർത്ത് കളഞ്ഞു, തല്ലിച്ചതച്ച് ആ കുട്ടി കിടന്ന് വിളിക്കണതായ വിളി, ഓരേ അടിക്കും അവൻ്റെ വിളി വേണം കേൾക്കാൻ. എനിക്കിത്രയൊക്കെ പറയാനുള്ളത്. അപ്പം ടാറ്റ.